പാറ്റേൺ ഈസി ആയിട്ട് വരക്കാൻ പഠിപ്പിച്ചേരട്ടെ. ഇതിന് വേണ്ടിട്ട് ഫസ്റ്റ് 2 ലൈൻസ് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക. ഈ ലൈനിന്റെ മേലെ കുറിച്ചിട്ട് ഹമ്പോട് അങ്ങ് വരച്ചു കൊടുത്തോ. ഈ ഹമ്പിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡോട്ട്സോടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ താഴോട്ട് വീണ്ടും ഒരു ലൈനോടെ അങ്ങ് വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ബേസ് സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ലൈൻ ഇല്ലേ, അതിനെ ടച്ച് ചെയ്ത് ഇതുപോലെ റാന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഈ വരയ്ക്കുമ്പോൾ ഉരുട്ടി വരയ്ക്കാണ്ട് കുറച്ച് വീതിയിൽ തന്നെ അങ്ങ് വരച്ചു. പിന്നെ നേരെ ഓപ്പോസിറ്റ് താഴോട്ടും കൂടെ വരച്ചു കൊടുക്കുക. ഈ താഴോട്ട് വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ മേളിലേക്ക് വരച്ചിരിക്കുന്ന ഇല്ലേ, ആ റായുടെ മിഡ് പോയിന്റിൽ വേണം താഴത്തെ റാ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതുപോലെ ഇനി മേളത്തെ റായുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലേ, അതിന് താഴത്തെ റായുടെ എൻഡ് പോയിന്റ് ആയിട്ട് അങ്ങ് കണക്ട് ചെയ്തോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും കൂടെ കണക്ട് ചെയ്യാം. പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നോക്കി ചെയ്താൽ മതി. ഇനി ഈ താഴത്തെ സെറ്റ് ഇല്ലേ, അതിനെ ടച്ച് ചെയ്തോണ്ട് ഒരു ലൈനോട് അങ്ങ് വരച്ചു കൊടുക്കുക. ഇത്രയും വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ഇനി ഈ ഓരോ റാന്റെ ഉള്ളിൽ കൂടെ 2 ബോർഡറും കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മിഡിലേക്ക് ഒരു ഡ്രോപ്പ് കൂടെ അങ്ങ് വരച്ചു കൊടുത്തോ. ഡ്രോപ്പ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു ഡോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ ഈ സെയിം സാധനം തന്നെ ഫുൾ ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക. ഇനി ഈ വരച്ചേക്കുന്ന ഡിസൈൻ ഒന്നോടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ മേളിലും താഴെ നന്നായിട്ടൊന്ന് ഫിൽ ആയി കൊടുക്കുക. ഇതിന്റെ താഴോട്ട് വീണ്ടും ഒരു ലൈനോടെ വരച്ചു കൊടുക്കുക. അതിന് കണക്ട് ചെയ്ത് ഒന്നോടെ അങ്ങ് ഫിൽ ആയി കൊടുക്കുക. ഒന്നോടെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ താഴോട്ട് വീണ്ടും 2 ലൈൻസും അതിന്റെ താഴോട്ട് ഒരു സെറ്റ് ഹമ്പോടെ അങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സെറ്റ് ഡോട്ടോടെ അങ്ങ് ഇട്ട് കൊടുത്തോ. ഇതോടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.